നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ടൈറ്റാനിക് കാണാനാണ്. ജെയിംസ് കാമറൂണിൻ്റെ ടൈറ്റാനിക് അല്ല, നമ്മുടെ പാലക്കാട് സ്റ്റേഡിയത്തിൽ ഇവിടെ ഒരു ടൈറ്റാനിക് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാലക്കാട് ഫെസ്റ്റിൻ്റെ 2023 എഡിഷന് DJ അമ്യൂസ്മെൻറ്റ്സ് നടത്തുന്ന പാലക്കാട് ഫെസ്റ്റിലാണ് നമ്മളിന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ, പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് വരുന്നത് 80 രൂപയാണ്. എൻട്രി ചാർജ് 67 രൂപ, ബാക്കി GST ആണ്. പ്രവർത്തനം പൂർണ്ണമായിട്ടില്ല, ദയവായി സഹകരിക്കുക എന്നുള്ള ബോർഡുണ്ട്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അടുത്ത മാസം വരെ പാലക്കാട് ഫെസ്റ്റ് ഇവിടെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ടൈറ്റാനിക് ഇടിച്ച മഞ്ഞുമലയാണെന്ന് തോന്നുന്നു. ഒരു മഞ്ഞുമലയുണ്ട്, അതിൻ്റെ ബാക്കിൽ ടൈറ്റാനിക് ഉണ്ട്. പാർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ ജാക്കിൻ്റെയും റോസിൻ്റെ ഒരു കട്ടൗട്ടും കണ്ടു. ഒരുപക്ഷെ രാത്രി വരുമ്പോഴായിരിക്കും ഈ ലൈറ്റൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകിക്കാണ്ട് അകത്തേക്ക് കയറാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ എത്തി. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. ടൈറ്റാനിക്കിലേക്ക് നമ്മളെ മാലയിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം DJ അമ്യൂസ്മെൻറ്റ്സ് പ്രസൻസ് ടൈറ്റാനിക് എക്സിബിഷൻ. ഇത് ഒരു ഷിപ്പിനകത്തുള്ള ഡെക്ക് എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്യാപ്റ്റൻ സ്മിത്ത്, കമാൻഡർ എഡ്വേർഡ് ജോൺ, കൗച്ച് മിസ്റ്റർ ഫ്രാങ്ക്, റോസ് ഡ്യുവിറ്റ് ബുക്കാറ്റർ. റോസ്, അത് എനിക്ക് തോന്നുന്നു ടൈറ്റാനിക്കിൽ ആ റോസിൻ്റെ റൂമാണ് തോന്നുന്നു, അതാണ് അവർ ചെയ്തിരിക്കുന്നത്. മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ നേരെ അപ്പർ ഡെക്കിലേക്ക് പോവാം. അപ്പർ ഡെക്കിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ഓരോരോ ഡെക്കായിട്ട് വിസിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നടന്ന് ഷിപ്പിൻ്റെ അപ്പർ ഡെക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മേലെ ലൈഫ് ബോട്ടൊക്കെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ പറ്റും. മാക്സിമം അവർ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്യുറേറ്റ് ആയിട്ട്. കൊള്ളാം. അതാണ് ഞാൻ പറഞ്ഞ ജാക്കിൻ്റെയും റോസിൻ്റെയും കട്ടൗട്ട്. അവിടേക്ക് പോകാൻ പറ്റില്ല, അതാണ് ഷിപ്പിൻ്റെ എൻഡ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റാളുകളും അമ്യൂസ്മെൻറ്റ് പാർക്കുമാണ്. നമുക്കപ്പോൾ നേരെ സ്റ്റെയർ കേസ് ഇറങ്ങി ഷിപ്പിൻ്റെ താഴത്തെ ഡെക്കുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഇത്രയും ഉള്ളൂ എന്ന് തോന്നുന്നില്ല എനിക്ക്, കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ കാണും. എന്തായാലും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. ഇവിടെ ചെറിയൊരു ഫോട്ടോ ഗാലറിയാണ്. നമ്മുടെ ഡിക്കാപ്രിയോയും കേറ്റ് വിൻസ്ലെറ്റും ഒക്കെ ഇവിടെയുണ്ട്. ജെയിംസ് കാമറൂൺ. ഓക്കെ, ഇത് നമ്മുടെ ആ ഒരു നീല നെക്ലെസ്, ഇതിൻ്റെ പേരെന്തായിരുന്നു? ഹാർട്ട് ഓഫ് ദി ഓഷ്യൻ, അങ്ങനെ എന്തോ ആയിരുന്നു ആ ഒരു ഇത്. ജാക്ക് ഡോസൺ, റോസ് ഡ്യുവിറ്റ്. ഇതാ ടൈറ്റാനിക് സിനിമയിലെ ക്യാരക്ടേഴ്സാണ്. എല്ലാവരുടെയും ഫോട്ടോസ് വെച്ചിട്ട് വളരെ ഇവിടെ ഡിക്കാപ്രിയോയുടെ ഒരു കട്ടൗട്ടുണ്ട്. ഐക്കോണിക് സീൻ ഇവിടെ അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കേറ്റ് വിൻസ്ലെറ്റിനെ ഡിക്കാപ്രിയോ പെയിൻറ് ചെയ്യുന്ന ആ ഒരു ഷോട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് പെയിൻറ്റിങ്സും അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മിററുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഈ ഹാളിലേക്ക് പോകാം. ഇവിടെ സാന്റാക്ലോസ് നിൽപ്പുണ്ട്. സാന്റാക്ലോസ് എവിടെ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നേ അറിയില്ല, ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും. ഇവിടെ പിന്നെ ഇവിടെ കോട്ടൺ ക്യാൻഡി, വർക്കി, വറ്റലൊക്കെയാണ്. ഇത് കുട്ടികളുടെ ടോയ്സിൻ്റെ സെക്ഷനാണ്. കുറേ ടോയ്സ് കാണുന്നുണ്ട്. ഇതൊക്കെ സാധാരണ എല്ലാ എക്സിബിഷനുകളിലും ഉണ്ടാവാറുള്ള സ്റ്റോൾസ് തന്നെയാണ്. മൊബൈൽ ആക്സസറി വിൽക്കുന്നൊരു ഷോപ്പുണ്ട്. പിന്നെ കമ്മലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള സ്റ്റോളുകളാണ്, എല്ലായിടത്തും വരുന്നത് തന്നെയാണ്. ഈ സ്റ്റേഡിയത്തിൽ എന്ത് എക്സിബിഷൻ വന്നാലും കാണുന്ന കുറച്ച് സ്റ്റോളുകളുണ്ട്, അതൊക്കെ തന്നെയാണിത്. ഓക്കെ, സ്റ്റോളുകൾ ഇത്രയേ ഉള്ളൂ തോന്നുന്നു. പിന്നെ നേരെ ഇത് ഫുഡ് കോർട്ടാണ്. ഐസ്ക്രീം പാർലറും നമ്മുടെ മുളക് ബജി അതൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ശരിക്കും തിരക്ക് വരാനായിട്ടില്ല. തിരക്ക് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എത്തിയത്. ഇവിടെ ഡ്രസ്സ്, പിന്നെ വിത്തുകൾ, ചെരുപ്പുകൾ. 250 രൂപയ്ക്ക് ചെരുപ്പ്, ഷൂ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഐസ്ക്രീമിൻ്റെ സ്ഥലമാണ്, ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ്. പിന്നെ ഇവിടെ പോപ്കോൺ ഉണ്ട്.
ടൊമാറ്റോ ചില്ലി, ചോക്ലേറ്റ്, ചീസ് ചില്ലി, ഇത്രയും ഫ്ലേവറിലുള്ള പോപ്കോണും പിന്നെ ബട്ടർ പോപ്കോണും ഉണ്ട്, നോർമൽ പോപ്കോണും ഉണ്ട്, കോട്ടൺ ക്യാൻഡിയും ഉണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് ഗെയിം ഇതാണ്, മറ്റേ റിംഗ് ടോസ് ഉണ്ടാവും, ബോൾ വെച്ച് ഗ്ലാസ്സിനെ എറിഞ്ഞ് പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. ഇത് എന്താണ് സംഭവം? ഇത് മറ്റേ ബോൾ ഉരുട്ടിയിട്ട് പോയിൻ്റ് കിട്ടുന്ന പരിപാടിയാണ്. ഞാനിതിലൊക്കെ പണ്ട് ഒരുപാട് ജയിച്ചിട്ടുണ്ട്. ഞാനിതിലൊക്കെ ഭയങ്കര പ്രോയാണ്. സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് പാത്രം കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷേ ടി വിയും സൈക്കിളും ഒന്നും ഒരിക്കലും കിട്ടില്ല. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ടെക്നോളജിയൊക്കെ ഒന്നും ഞാൻ പഠിച്ചു വരുന്നില്ല. ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിൻ്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഈ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചാലോ? ഇതിലേതാ എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നത്? ബോൾ ഇട്ട് നോക്കാം അല്ലേ? നമുക്ക് എന്തായാലും ആ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. നമ്മൾ ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് 50 രൂപയാണ് വാങ്ങിക്കുന്നത്. 50 രൂപ കൊടുത്തിട്ടുണ്ട്. 50 രൂപയ്ക്ക് ബോൾ മുഴുവൻ തട്ടിയിട്ടു. അപ്പോൾ ഇതെടുക്കാം. 1, 2, 3, 6 ബോളാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഇട്ട് തുടങ്ങാം. ഇവിടെ നിന്നുണ്ടാലോ ചേച്ചി? ഇവിടെ വെച്ച് ഉരുട്ടുക. ഇവിടെ എഴുതിയിട്ടുണ്ട്. 6 കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. എന്നാലും നമുക്ക് വെറുതെ ഇട്ട് നോക്കാം. 6 എന്നൊരു 5 മാർക്ക് കുറഞ്ഞു പോയി. 1 കിട്ടി. വെറുതെ ഇടാം. നമുക്കിപ്പോൾ ഇതിന് വലിയ സ്കില്ലൊന്നും വേണ്ടല്ലോ. 2 ഒരെണ്ണം ഞാൻ കണ്ണടച്ചുകൊണ്ട് ഇടാൻ പോവാണ്. 1. ചേച്ചി ഇത് വല്ലതും കിട്ടുമോ ചേച്ചി? 18-ന് മേലെ കിട്ടിയാലേ പ്രൈസ് ഉള്ളൂ. എന്നാൽ അത് കിട്ടുമല്ലേ? വേറൊന്നും കിട്ടില്ല. എല്ലാം അതായത് മിനിമം 18 ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈസ് കിട്ടത്തുള്ളൂ. 36 ഉണ്ടെങ്കിൽ ആ ടി വി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ 36 കിട്ടണമെന്നുണ്ടെങ്കിൽ 6 ബോളും 6-ൽ വീഴണം. ഒരു 4. ഇപ്പം എത്ര ചേച്ചി? 11 ആയല്ലേ? അപ്പോൾ ഇനി എന്തായാലും ജയിക്കൂല. അപ്പോൾ എന്തായാലും ഇത് പോട്ടെ. അതിനെത്ര ചേച്ചി? അതിന് സ്കോറൊന്നുമില്ല. 10 ഇട് ചേച്ചി. എന്നാൽ ഒരു 21 ആവത്തില്ല. ഒന്നുകൂടെ ഇടാൻ പറ്റുമോ? അപ്പം ബോൾ തട്ടി താഴെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും. അവസാനം ഇട്ടത് 6 ഇട്ടു. അങ്ങനെ എത്ര പോയിന്റായി? 17. 1 പോയിന്റിന് പോയല്ലേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സാരമില്ല. എന്തായാലും എന്നെക്കാളും ഭാഗ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 18 പോയിന്റ് അടിച്ചിട്ട് അവർ ചവറ് വാരുന്ന സാധനമെങ്കിലും കിട്ടും. 36 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ എന്തായാലും ഒന്നും കമന്റ് ഇടണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സൈഡിലേക്ക് പോകാം. ഏകദേശം കുട്ടികളൊക്കെ ഇവിടെ എത്തി തുടങ്ങി ഗെയിം കളിക്കാനൊക്കെ ആയിട്ട്. കാരണം കുട്ടികൾക്കൊക്കെ ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇതുപോലൊരു ഗെയിം കളിച്ച് പ്രൈസ് കിട്ടുക എന്നുള്ളത്. എന്നാലും 18 പോയിന്റ് കിട്ടിയില്ലല്ലോ. കുഴപ്പമില്ല. 17 പോയിന്റ് വരെ എത്തിയല്ലോ. ഇവിടെ ബോളൊക്കെ വളരെ സാഹസികമായിട്ട് എറിഞ്ഞ് വീഴ്ത്തുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. കാരണം ഞാനെടുത്തെറിഞ്ഞിട്ട് ഇവിടെ പോകുന്ന ആരുടെയും മണ്ടയ്ക്ക് കൊണ്ട് അതൊരു കേസാവണ്ട. നല്ല എറിയുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ. ഇത് റിംഗ് ടോസ് ആണ്. അവിടെ ഹോർലിക്സും ബൂസ്റ്റും സോപ്പും വിവലും ഒക്കെയാണുള്ളത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. വേണ്ടടാ. ഇപ്പോൾ ഒരു 50 രൂപ പോയതേ ഉള്ളൂ. പിന്നെ ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങാനായിട്ടില്ല. നമുക്ക് ജയൻറ്റ് വീലിലൊന്ന് കയറണം. ജയൻറ്റ് വീലിലും കയറാം. മറ്റേ മരണക്കിണറില്ലേ? മരണക്കിണർ കാണാനില്ലല്ലോ. മരണക്കിണറുണ്ട്. നമുക്ക് മരണക്കിണറും കാണാം, ജയൻറ്റ് വീലും ഒന്ന് കാണാം. ഇതെന്താ? ഗോസ്റ്റ് ഹൗസ്. അയ്യോ, അത് വേണോ? അത് വേണ്ട. ഗോസ്റ്റ് ഹൗസ് വേണ്ട. നമുക്ക് തൽക്കാലം ഇവിടേക്ക് തിരിഞ്ഞു പോവാം. ഈ ഏരിയ കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇവിടേക്ക് പോവാം. പേടിയായിട്ടൊന്നും അല്ല. വേണ്ട. എന്തിനാണ് നമ്മൾ വെറുതെ വീഡിയോയിൽ കൂടെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്ത് കയറാത്തത്. ഇവിടെ ബൗൺസി ഹൗസ് റെഡി ആവുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇൻഫ്ലേറ്റ് ആവും. കുട്ടികൾക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. ചേച്ചി ഇത് എത്രയാണ് വരുന്നത്? ഈ ബലൂൺ വീട് 60 രൂപയാണല്ലേ? 60 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. 80 രൂപ നിങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ആ കപ്പൽ കാണാൻ മാത്രമേ ഉള്ളൂ. ബാക്കി റൈഡിൽ കയറണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കയ്യിൽ എന്തായാലും ക്യാഷ് കരുതുക. ഈ ഒരു റൈഡിന് 80 രൂപയാണ് ചാർജ് ചെയ്യുന്നത് അവർ. അപ്പോൾ എല്ലാത്തിനും 60, 80 എന്നുള്ളത് ഇതിനൊക്കെ വളരെ ചെറിയ എമൗണ്ടേ കാണത്തുള്ളൂ. ഇതിന് ചേച്ചി ഈ റൈഡിന് എത്രയാ? 80? ഓക്കെ. ഡ്രാഗൺ വീലിനും 80 തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മരണക്കിണർ എത്തിയിട്ടുണ്ട്. DG അമ്യൂസ്മെൻറ്റ്സിൻ്റെ മാരുതി കാർ ആൻഡ് മോട്ടോർ സൈക്കിൾ സർക്കസ്. നമുക്ക് അവിടേക്ക് പോയി ടിക്കറ്റ് എടുത്ത് അടുത്ത ഷോ കാണാനായിട്ട് കയറാം. 80 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മരണക്കിണർ കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല സൗണ്ട് ഉണ്ട് ഇവിടെ. ഞാൻ എന്തായാലും ഈ ഷോ പറ്റുന്ന അത്രയും റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. മാരുതിക്കാർ പോകുന്ന സമയത്ത് ഈ പ്ലാറ്റ്ഫോം കിടന്ന് കുലുങ്ങുന്നുണ്ട്. ദൈവമേ, ഇതിൽ ബാലൻസ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാ. ഇവരെങ്ങനെയത് ഓടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ലോ ഫിസിക്സ് എല്ലാം തന്നെ ഇവിടെ തോറ്റു പോയിരിക്കുകയാണ് ഈ ഒരു ഓട്ടം കണ്ടിട്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ എനിക്കിത് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ബുള്ളറ്റ് ഓടുന്ന ഫോഴ്സ് കണ്ടോ, അത് കൈ പോലും പിടിക്കാതെയാണ് ആ മനുഷ്യൻ ഓടിക്കുന്നത്. ഇതിൽ ഈ സ്ലാബിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ റിസ്ക്. അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷോ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴോ ഞാൻ ഇതേപോലത്തെ ഒരു ഷോ കണ്ടിട്ടുണ്ട്. പക്ഷേ സീരിയസ്ലി ഇത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് വന്ന് കണ്ട് ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരുപാട് ഹാർഡ് വർക്കും എന്താ പറയുക പ്രാക്ടീസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് പ്ലാറ്റ്ഫോമിൽ നിൽക്കാനുള്ള പേടി, അയ്യോ എനിക്കൊന്നും പറയാനില്ല. സീരിയസ്ലി ഇതൊരു നല്ല പെർഫോമൻസാണ്. തീർച്ചയായിട്ടും വന്ന് ഈ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവർ ജീവിക്കുന്നത്. കാരണം അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന, ആരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല, യാതൊരുവിധ സേഫ്റ്റി കാരണസോ ഒന്നുമില്ല, വളരെ റോയാണ്. എന്താ പറയുക, നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നതാണ്. ശരിക്കും പലകകളൊക്കെ നല്ല രീതിക്ക് പഴക്കം ചെന്നിട്ടില്ല, ഒന്നും റീപ്ലേസ് പോലും ചെയ്തിട്ടില്ല. സോ അതിന് പല സ്ഥലത്തും ചെറിയ ചെറിയ ഹോൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സേഫ്റ്റി, ഫിസിക്സ്, എനിക്ക് വയ്യ, ഇതെങ്ങനെ ഇവർ ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല. സീരിയസ്ലി തീർച്ചയായും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഇതൊന്ന് കാണുക, കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റാണിത്. മറ്റൊരു അഡ്വാൻറ്റേജ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഗ്രൗണ്ട് മൊത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ദൂരെ നമുക്ക് നമ്മുടെ ടൈറ്റാനിക് കാണാം. പിന്നെ ഏകദേശം ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് മൊത്തം നമുക്കിവിടെ വിസിബിളാണ്. ഇനി നമ്മൾ ജയൻറ്റ് വീലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് സിറ്റിയുടെ ഒരു ഓവർ ഹെഡ് വ്യൂ കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും നേരെ ജയൻറ്റ് വീലിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ ബൈക്ക് ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഇവിടെ പുറത്ത് വണ്ടി പാർക്ക് ചെയ്യുകയാണ്. എന്തായാലും എൻ്റെ പ്ലാൻ നടന്നില്ല. ജയൻറ്റ് വീല് റെഡി ആവുന്നതേ ഉള്ളൂ. ഇവരിവിടെ മാക്സിമം അതിൽ പണി ചെയ്യുന്നുണ്ട്, തുടങ്ങിയിട്ടില്ല. മരണക്കിണറിൻ്റെ അടുത്ത ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നിനും അവർ ഹൈറ്റ് കിട്ടില്ല. ഇതും വളരെ ഹൈറ്റ് കുറവായിട്ടൊരു ഇതാണ്. ബട്ട് ലുക്സ് ലൈക്ക് ഫൺ.
ബട്ട് എന്തായാലും എനിക്ക് ജയൻറ്റ് വീൽ ട്രൈ ചെയ്യണം തന്നെയാണ് വന്നത്. കാരണം ജയൻറ്റ് വീൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ഉണ്ട്, അതെന്തായാലും നഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾ നാളെയോ മറ്റന്നാളോ വരികയാണെങ്കിൽ ജയൻറ്റ് വീൽ റെഡി ആയിരിക്കും, തീർച്ചയായിട്ടും ഒന്ന് കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള റൈഡ്സ് ഉണ്ട്, അവിടെ ഒരു ട്രാംപോലിൻ ഉണ്ട് കുട്ടികൾക്കുള്ളത്. നമുക്ക് ആ ട്രാംപോലിൻ്റെ അവിടേക്ക് ഒന്ന് പോവാം. അപ്പോൾ കുട്ടികൾക്ക് വരികയാണെങ്കിൽ ഇവിടെ ആ ഒരു റൈഡ് ഉണ്ട്, 1, 2, 3, 4, 5, 6, ഏകദേശം 6. അതിലൊക്കെ എനിക്ക് തോന്നുന്നു അഡൾട്ട് വേണമായിരിക്കും. 6 കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള റൈഡ്. പിന്നെ ആ ഒരു ട്രെയിൻ ഉണ്ട് 7. ഇത്രയും റൈഡുകളാണ് കുട്ടികൾക്കായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. മറ്റേ നമ്മുടെ ബൗൺസി ഹൗസിലൊക്കെ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് നേരെ ആ ഒരു സ്റ്റോളിലേക്ക് പോവാം. അവിടെ ഡൽഹി അപ്പളം, ഊട്ടി മിളകാ ബജ്ജി, പൊട്ടറ്റോ ബജ്ജി, ബ്രിഞ്ചാൾ ബജ്ജി, ഗോബി 65 അങ്ങനെ വലിയൊരു മെനു തന്നെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടേക്കൊന്ന് പോയിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. പാവുഭാജിക്ക് 80 രൂപയാണ് ഒരു ടോക്കണിൻ്റെ ചാർജ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു പാവുഭാജി വാങ്ങിച്ച് എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്യാം. രൂപയ്ക്ക് ഞാൻ വാങ്ങിയ പാവ് ഭാജിയാണിത്. ഈ പാവ് ഭാജിയിൽ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ കിടക്കുന്ന അഴുക്ക് പിടിച്ച സവാളയാണ്. പിന്നെ ഏകദേശം എന്നെക്കാൾ പ്രായം കൂടിയ ആ വെള്ളരിക്ക സ്ലൈസും. ഇതിൽ ആകപ്പാടെ ഈ ഉള്ളിയും വെജിറ്റബിൾസും ഒന്നും നിങ്ങൾ ആരും കഴിക്കണ്ട. കാരണം ഇത്രയും പൊടിയുടെ ഇടയിൽ അരിഞ്ഞ് തുറന്ന് വെച്ചിരുന്നതാണ്. ഒട്ടും ഹൈജീനിക്കല്ല, ഞാൻ പറയുകയില്ല. ഇത് കവേർഡായിട്ടിരുന്നതാണ്. ആ ഒരു തവയിലിട്ട് അവർ ജസ്റ്റ് ചൂടാക്കി തന്നതേ ഉള്ളൂ. ചൂടൊന്നും ആയിട്ടില്ല. പക്ഷേ ഇത് പാവാണോ ഇഷ്ടിക കഷ്ണമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേപോലത്തെ സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ടോപ്പ് ക്വാളിറ്റി ഫുഡൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഇതൊരു സ്ട്രീറ്റ് സ്റ്റൈൽ, അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതിൽ ബട്ടറൊന്നും അടുത്തുകൂടി പോലും പോയിട്ടില്ല, എണ്ണ തന്നെയാണ് കോരി ഒഴിച്ചത്. ടേസ്റ്റ് ഒട്ടും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പാവ് നല്ല ഹാർഡാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ മസാല വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ വെജിറ്റബിൾസിൻ്റെ ഫ്ലേവറുള്ള ഒരു മസാലയാണത്. എനിക്കിഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ആ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കണമെന്നുണ്ട്. പക്ഷേ ആ നാരങ്ങ കുറേ നേരമായിട്ട് അങ്ങനെ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കത് അത്ര വലിയ ഒരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. ബട്ട് എന്നാലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. ജയൻറ്റ് വീൽ കയറാൻ പറ്റാത്തൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ എന്നാലും ടൈറ്റാനിക് കണ്ടു, മരണക്കിണർ കണ്ടു, പിന്നെ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. സോ ഏകദേശം തിരക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ലൈറ്റ്സൊക്കെ ഇവിടെ ഓണായി. ഇനി കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും ഇനി പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ ഫുഡൊന്നും ആരും മസ്റ്റ് ട്രൈ എന്നോ ഒന്നും പറയുന്നില്ല. കാരണം
ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഇവിടെ ഇത്രയൊക്കെ ഹൈജീനും ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മനസ്സിലിരുത്തിയിട്ട് ജസ്റ്റ് സ്നാക്സ് ഒക്കെ കഴിക്കാം. കാരണം അവിടെ ബജിയും പിന്നെ ഡൽഹി അപ്പളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ വല്ല ഉത്സവമോ വേലയോ പൂരോ അതുപോലെ എന്തെങ്കിലും വന്നാലും ഇതുപോലത്തെ സ്റ്റോളുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുന്ന അവിടെയും ജസ്റ്റ് ചെറിയൊരു ടോയ്സ് ബബിൾസ് ഒക്കെ വയ്ക്കുന്ന ഒരു കട. പിന്നെ ബബിൾസ് എവിടെ കണ്ടാലും നമ്മൾ എത്ര വലിയ ആളായാലും പോയി പൊട്ടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ അവിടെ ഒരു ചെറിയ മുറുക്കടയുണ്ട്. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ഞാൻ തിരിച്ച് ബൈ പറഞ്ഞില്ല. പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് നേരെ എക്സിറ്റിലേക്ക് പോകാം. എക്സിറ്റിൽ നിന്ന് ഒന്നുകൂടി ലൈറ്റൊക്കെ ഓൺ ആയിട്ടുള്ള ടൈറ്റാനിക്കിൻ്റെ വ്യൂ ഒന്ന് കാണാം. വരുന്ന സമയത്തുള്ള ലൈറ്റിംഗ് അല്ല ഇപ്പോൾ. എങ്ങനെ പാലക്കാട് ഫെസ്റ്റ് 2000. ഇതാണ് ടൈറ്റാനിക്കിൻ്റെ ഫ്രണ്ട്. ഓക്കെ, ഈ ഒരു ആംഗിൾ നമ്മൾ നേരത്തെ കണ്ടില്ല. ജാക്കിനെയും റോസിനെയും ഞാൻ കാണിച്ചില്ല എന്ന് വേണ്ട. മേളിൽ ജാക്കും റോസും ഉണ്ട്. അങ്ങനെ ഇതാണ് ടൈറ്റാനിക്. പാർക്കിങ്ങിനൊക്കെ അത്യാവശ്യം സ്പേസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ പാലക്കാട് ഫെസ്റ്റിനോട് ബൈ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് 80 രൂപ ടിക്കറ്റ് കൗണ്ടറിൽ കൊടുക്കണം. പിന്നെ അകത്ത് സ്റ്റോളുകളുണ്ട്. റൈഡ് ഏതെങ്കിലും കയറുന്നെങ്കിൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. അപ്പോൾ എനിക്ക് തന്നെ ഇന്ന് 80 രൂപ ടിക്കറ്റ്, 80 രൂപ മരണക്കിണർ കാണാൻ, 80 രൂപ പാവ് ഭാജി, മൊത്തം 240 രൂപയാണ് ചിലവ് വന്നത്. സോ തീർച്ചയായിട്ടും കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സോ എന്തായാലും പാലക്കാടുള്ളവർ അടുത്ത മാസം ജനുവരി വരെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണുക. ഏകദേശം ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റിംഗ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. ബൈ.